ഞാൻ ഡോക്ടർ ഹേമലത VS, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് റെസ്പിറേറ്ററി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ഷയരോഗം എന്നാൽ എന്താണ്? ഇത് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന പേരുള്ള ഒരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. ഇത് പ്രധാനമായും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. 85% TB രോഗികൾ ശ്വാസകോശ TB ആണ് ഉണ്ടാവുക. എന്നാൽ ഇത് അങ്ങനെയല്ല, മറ്റേത് അവയവത്തെയും ബാധിക്കാവുന്നതാണ്. ശ്വാസകോശ TB വായുവിലൂടെയാണ് സാധാരണയായി പകരുക. TB ഉള്ള രോഗികൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ശ്വാസത്തിലൂടെ അണുക്കൾ വായുവിലേക്ക് പകരുകയാണ് ചെയ്യുക. TBയുടെ രോഗലക്ഷണങ്ങളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന വിട്ടുമാറാത്ത ചുമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം. വിട്ടുമാറാത്ത പനി, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന പനി, കഫത്തിൽ രക്തം കാണുക, വിശപ്പില്ലായ്മ, ശരീരത്തിന്റെ ഭാരം കുറയുക, അമിതമായ ക്ഷീണം, ഇവയൊക്കെ TBയുടെ ലക്ഷണങ്ങളാകാം. ഇത്തരം രോഗലക്ഷണങ്ങൾ ഉള്ള ആളുകൾ അവർക്ക് TB ഉണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യേണ്ടത്? ചുമയോ അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കഫ പരിശോധന നടത്തി രോഗം നിർണ്ണയിക്കാവുന്നതാണ്. TB കണ്ടുപിടിക്കാനായിട്ട് വളരെ പെട്ടെന്ന്, അതായത് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന ആധുനിക ടെസ്റ്റുകൾ, CB NAT പോലെയുള്ള മോളിക്യുലാർ ടെസ്റ്റുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രികളിലോ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലോ ലഭ്യമാണ്. ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് TB ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതുകൂടാതെ നമുക്ക് മരുന്നിനോട് പ്രതികരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടോ എന്നും ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ രോഗനിർണയം എത്രയും നേരത്തെ നടത്തുന്നത് ഈ രോഗം ചികിത്സിച്ച് മാറ്റുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പൾമണറി TB കണ്ടുപിടിക്കാനായിട്ട് കഫ പരിശോധന നിർബന്ധമാണ്. അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളിലെ TB നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ മറ്റ് ടെസ്റ്റുകൾ, അതായത് എക്സ്റേ, സ്കാനിങ്, അതുപോലെ ബയോപ്സി പോലെയുള്ള ടെസ്റ്റുകളും ആവശ്യമായി വരാറുണ്ട്. ശ്വാസകോശത്തെ അല്ലാതെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന എക്സ്ട്രാ പൾമണറി TB കണ്ടുപിടിക്കുവാനായി നമുക്ക് മറ്റു ചില ടെസ്റ്റുകൾ ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്. ഉദാഹരണത്തിന് അൾട്രാസൗണ്ട് സ്കാൻ, അല്ലെങ്കിൽ ഏത് അവയവത്തെയാണോ ബാധിച്ചത് ആ അവയവത്തിനെ സ്കാൻ ചെയ്യാനായിട്ടുള്ള CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ തുടങ്ങിയ വിവിധ ടെസ്റ്റുകൾ ചിലപ്പോൾ പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇതുകൂടാതെ ചില അവസരങ്ങളിൽ ബയോപ്സി ചെയ്ത് രോഗം കണ്ടുപിടിക്കേണ്ടതായിട്ടും വരാം. ക്ഷയരോഗം ശ്വാസകോശത്തെ മാത്രമല്ല മറ്റ് ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാം. ഉദാഹരണത്തിന് ലിംഫ് നോഡ്സ്, നമ്മുടെ നെഞ്ചിന് ചുറ്റുമുള്ള ഒരു ആവരണം, അതായത് പ്ലൂറൽ മെംബ്രെയിനിൽ നീർക്കെട്ടുണ്ടാകാം, പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയാം. അതുപോലെ ഉദര സംബന്ധമായി TB രോഗം വരാം. നമ്മുടെ നട്ടെല്ലിനെ ബാധിക്കാം. അതുപോലെ തലച്ചോറിന് ചുറ്റുമുള്ള ഒരു മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻസ്, അവിടെ TB മെനിഞ്ചൈറ്റിസ് വരാവുന്നതാണ്. ഇങ്ങനെ ശ്വാസകോശം കൂടാതെ മറ്റ് വിവിധ അവയവങ്ങളിലും TB രോഗം ബാധിക്കാവുന്നതാണ്. ഇങ്ങനെ എക്സ്ട്രാ പൾമണറി TB തിരിച്ചറിയുവാനായിട്ട് നമുക്ക് വിവിധ ടെസ്റ്റുകൾ ആവശ്യമായി വരാറുണ്ട്. ഏത് അവയവത്തെയാണോ ബാധിക്കുന്നത് അതനുസരിച്ച് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ തുടങ്ങിയ ടെസ്റ്റുകൾ വഴി നമുക്ക് എക്സ്ട്രാ പൾമണറി TB നിർണ്ണയിക്കാവുന്നതാണ്. TB ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ എടുക്കുന്ന വഴി ഇത് പൂർണ്ണമായും സുഖപ്പെടുത്താൻ സാധിക്കും. 6 മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് TBക്ക് ആവശ്യം. മരുന്നിനോട് പ്രതികരിക്കുന്ന ഡ്രഗ് സെൻസിറ്റീവ് TB ആണെങ്കിൽ നമ്മൾ പ്രധാനമായും 4 മരുന്നുകളാണ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുക. റിഫാംപിസിൻ, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ്, എത്താംബ്യൂട്ടോൾ എന്നീ മരുന്നുകൾ ആദ്യത്തെ 2 മാസം കൊടുക്കും. അതിനുശേഷം പിന്നീടുള്ള 4 മാസം 3 മരുന്നുകളായിരിക്കും ഉൾപ്പെടുത്തുക. ചില ഘട്ടങ്ങളിൽ 6 മാസം എന്നത് കുറച്ചും കൂടി ദീർഘമായി ചികിത്സ നൽകേണ്ടി വരാറുണ്ട്. എന്നാൽ കൃത്യമായ ചികിത്സ എടുത്തില്ലെങ്കിൽ അത്തരം രോഗികളിൽ മരുന്നിനോട് പ്രതികരിക്കാതെ ഡ്രഗ് സെൻസിറ്റീവ് TB ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ ഇതിൽ വളരെ പ്രധാനമാണ്. TB വരാൻ സാധ്യതയുള്ളത് ആർക്കൊക്കെയാണ്? രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിലാണ് TB പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളത്. ഉദാഹരണത്തിന് പ്രമേഹ രോഗമുള്ളവർ, അതുപോലെ പോഷകാഹാരക്കുറവ്, HIV ബാധിതർ, പുകവലി അല്ലെങ്കിൽ മദ്യപാനം ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെ TB വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഇതുപോലെ വായു സഞ്ചാരം കുറഞ്ഞ സ്ഥലങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. TB രോഗം നിർണ്ണയിക്കുവാനും അതിനുശേഷമുള്ള ചികിത്സകളും തുടർന്നുള്ള ഫോളോ അപ്പും എല്ലാം നമുക്ക് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് റെസ്പിറേറ്ററി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമാണ്.